യമൻ സായുധ സംഘമായ ഹൂത്തികൾ ഇസ്രായേലിനെ വിടാതെ പിന്തുടരുകയാണ്. വ്യോമ നാവിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ നിരന്തരം ഇസ്രായേൽ ലക്ഷ്യമിട്ടുള്ള മിസൈലുകളുടെ വർഷമാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻഗൂരിയൻ എയർപോർട്ടിന്റെ പ്രവർത്തനം ഹൂത്തി ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസവും താളം തെറ്റിയെന്നാണ് ഏറ്റവും ഒടുവിലും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദമായ വാർത്തയിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ജെറുസലേം, തെല്ലവീവ്, അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. ആക്രമണ വിവരം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ മിസൈലും വ്യോമപ്രതിരോധ സംവിധാനം തകർത്തിട്ടില്ല എന്നാണ് IDFന്റെ അവകാശവാദം. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടന്നതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത്. ജെറുസലേമിലും ദക്ഷിണ വെസ്റ്റ് ബാങ്കിലെ അധിനിവിഷ്ട പ്രദേശങ്ങളിലും മിനിറ്റുകളോളം അപായ സൈറണുകൾ മുഴങ്ങി. പ്രദേശത്തുകാരെല്ലാം ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ആക്രമണത്തിൽ ആളപായം ഉണ്ടായതായുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്ന ചിത്രങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഡിഫൻസ് സിസ്റ്റം തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങളാണിതെന്നാണ് IDFന്റെ വിശദീകരണം. ഹൂത്തി ആക്രമണത്തെ തുടർന്ന് ബെൻഗൂരിയൻ എയർപോർട്ടിലെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ തിരിച്ചുവിട്ടു. ഇവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളുടെ ട്രിപ്പ് റദ്ദാക്കുകയും ചെയ്തു. ചില വിമാനങ്ങൾ ഭീഷണിയെ തുടർന്ന് മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിനു നേരെ വ്യോമ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൂത്തികൾ. ബെൻഗൂരിയന് പുറമെ ഹൈഫയിലും ഐലിയാത്തിലും ഉൾപ്പെടെയുള്ള എല്ലാ വിമാനങ്ങളും ആക്രമിക്കുമെന്നാണ് പ്രഖ്യാപനം. ഹൈഫ തുറമുഖത്തിന് നേരെയും ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ. ഇസ്രായേലിലേക്ക് സർവീസ് നടത്തരുതെന്ന് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും ചരക്കുകളുമായി ഹൈഫയിലേക്ക് പോകരുതെന്ന് കപ്പൽ കമ്പനികൾക്കും ഹൂത്തി സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഹൂത്തികളുടെ ആക്രമണവും എയർ ഡിഫൻസിന്റെ പ്രതിരോധ നടപടികളും സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 4 ദിവസത്തിനിടെ ഇത് മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നേരത്തെ അത്യാധുനികമായ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ US എയർ ഡിഫൻസ് സംവിധാനങ്ങളായ ആരോയെയും താഡിനെയും എല്ലാം ഭേദിച്ച് ബെൻഗൂരിയനിലും എത്തിയിരുന്നു. വലിയ നാശനഷ്ടങ്ങളാണ് അന്ന് എയർപോർട്ടിന് സംഭവിച്ചത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈൽ തകർക്കാനാകാത്തത് വൻ സുരക്ഷാ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. മെയ് 6-ന് യമൻ തലസ്ഥാനമായ സൻആയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ആക്രമിച്ച് ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു. വൻ വ്യോമാക്രമണമാണ് യമനിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ അന്ന് നടന്നത്. മിസൈൽ വർഷത്തിൽ 3 യമനിയ യാത്രാ വിമാനങ്ങൾ കത്തിച്ചാമ്പലായി. വിമാനത്താവളത്തിൽ വലിയ നാശനഷ്ടങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ തിരിച്ചടി നേരിട്ട ശേഷവും ബെൻഗൂരിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കി ഹൂത്തികൾ മിസൈൽ വർഷം നടത്തിയിരുന്നു. ഇസ്രായേലിനെതിരെ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചായിരുന്നു ഹൂത്തികളുടെ ആക്രമണം. ആക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ വ്യോമഗതാഗതം താറുമാറായി കിടക്കുകയാണ്. US, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളുടെ എല്ലാം എയർലൈനുകൾ ഇസ്രായേലിലേക്കുള്ള സർവീസ് ഇപ്പോഴും നിർത്തിവെച്ചിരിക്കുകയാണ്. മെയ് അവസാന വാരം വരെയായിരുന്നു നേരത്തെ സർവീസ് നിർത്തിവെച്ചത്. അത് ജൂലൈ വരെ ചില കമ്പനികൾ നീട്ടിയിട്ടുമുണ്ട്. ബ്രിട്ടീഷ് എയർവേസ് ഓഗസ്റ്റ് വരെ സർവീസ് നിർത്തിവെച്ചതായി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതിനിടെ ഗസയിലും ഇസ്രായേൽ സൈന്യത്തിന് വൻ തിരിച്ചടി നേരിട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അൽ-ഖസാം ബ്രിഗേഡിന്റെ ഒളിയാക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് വിവരം. ഖാൻ യൂനിസിന്റെ കിഴക്കൻ നഗരമായ അൽ-ഖറാറയിലാണ് സംഭവം. സൈനികർ കഴിഞ്ഞിരുന്ന ഒരു വീട് ലക്ഷ്യമാക്കിയായിരുന്നു അൽ-ഖസാം ആക്രമണം നടത്തിയത്. അവിടെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു തുരങ്കത്തിലും സ്ഫോടനം നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.